ഇപ്പോൾ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമ്മൾ വലിയൊരു പ്രളയ ദുരന്തമാണ് നേരിട്ടത്. അതാണെങ്കിൽ ഈ നൂറ്റാണ്ട് കണ്ട വലിയ പ്രളയവുമായിരുന്നു. നമ്മളതിനെ നേരിട്ടത് ജനങ്ങളാകെ കൂട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോകത്താകെയുള്ള ജനങ്ങളുടെ അംഗീകാരം നേടാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഈ കൂട്ടായ്മ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടതാണ്, ലോകവും ശ്രദ്ധിച്ചതാണ്. നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഐക്യരാഷ്ട്രസഭ തന്നെ ശ്ലാഘിച്ചിട്ടുള്ളതുമാണ്. പ്രളയത്തിൻ്റെ ദുരന്തത്തിൽ നിന്ന് സംസ്ഥാനത്തെ കരകയറ്റുന്നതിനുള്ള പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമിക്കസ് ക്യൂറിയെ കോടതി നിയമിച്ചു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുകയുണ്ടായി. അമിക്കസ് ക്യൂറി ഒരു കേസിൽ റിപ്പോർട്ട് നൽകുമ്പോൾ സാധാരണ നിലക്കതൊരു വലിയ ചർച്ചയാകേണ്ട ഒന്നല്ല. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയിലെ അംഗങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായിരുന്നു രേഖപ്പെടുത്തിയത്. അതിൽ നിന്നും വ്യത്യസ്തമായ വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതിയിൽ നൽകിയപ്പോൾ തന്നെ വിവിധ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. റിപ്പോർട്ട് നൽകുക എന്നത് ഒരു സാധാരണ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സംബന്ധിച്ച് സർക്കാർ പ്രത്യേകമായ ഒരു പ്രതികരണവും നടത്താതിരുന്നത്. പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളെന്ന നിലയിൽ കുറേ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനം നേരിട്ട ഈ ദുരന്തത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പലതും നേരത്തെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും വ്യക്തത വരുത്തിയതുമാണ്. വ്യക്തത വരുത്തുന്നതിന് മുൻപ് ചിലർ ഉന്നയിച്ച അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉപകരിക്കുന്ന നിലയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയായാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ
അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമിക്കസ് ക്യൂറി എന്നത് റിട്ട് പെറ്റീഷന് മേൽ കോടതി തീരുമാനമെടുക്കാൻ തേടുന്ന അഭിഭാഷക സഹായം മാത്രമാണ്. കോടതിക്ക് നേരിട്ട് ചെന്ന് ശേഖരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, വിവരങ്ങൾ സമാഹരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൊള്ളാനോ തള്ളാനോ ഉള്ള അധികാരാവകാശങ്ങൾ കോടതിയിൽ നിക്ഷിപ്തമാണ്. അതായത് ഇത് കോടതിയുടെ നിരീക്ഷണമോ നിഗമനമോ ഒരു കമൻറ്റുമോ അല്ല. ഒരു കമൻറ്റ് പോലുമായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളിൽ നിന്നും വിവരം ആരാഞ്ഞോ അവർക്ക് പറയാനുള്ളത് കേട്ട ശേഷമോ അല്ല റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന ചർച്ച ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ശാസ്ത്രീയ സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള വിഷയമാണ് ഇത് എന്നത് വ്യക്തമാണ്. സാങ്കേതിക ജ്ഞാനമുള്ള കേന്ദ്ര ജല കമ്മീഷൻ, അതേപോലെ തന്നെ മദ്രാസ് IIT ഇതുപോലുള്ള സംവിധാനങ്ങൾ മഴയുടെ അമിതമായ വർധനവാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായി തന്നെ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹമാകെ പൊതുവിലും സാങ്കേതിക ജ്ഞാനമുള്ള വിദഗ്ധ സമിതികൾ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തെ കേരളം കൈകാര്യം ചെയ്ത രീതി അങ്ങേയറ്റം അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിനാകെ അറിയാവുന്നതുമാണ്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതിയെ സഹായിക്കാൻ നിയോഗിച്ച അഭിഭാഷക റിപ്പോർട്ടാണ് യാഥാർത്ഥ്യമെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇക്കാര്യത്തിൽ അന്തിമവിധി നടത്തേണ്ടതും തീരുമാനിക്കേണ്ടതും അമിക്കസ് ക്യൂറിയല്ല, കോടതിയാണ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഇവർ മറച്ചു വെക്കുന്നത്. യഥാർത്ഥത്തിൽ മെയ് 16 മുതൽ കേരളത്തിലെ മഴക്കാലത്തെ പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ജില്ലാ സംസ്ഥാന തലത്തിലും വിവിധ യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രളയ സമയത്ത് ഓരോ ദിവസവും തന്നെ സംസ്ഥാന തലത്തിൽ മോണിറ്ററിംഗ് സംവിധാനം പ്രവർത്തിച്ചിരുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിലെ യഥാർത്ഥത്തിലുള്ള പൊള്ളത്തരം വസ്തുതകൾ അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാകുന്നതാണ്. വിമർശനമായി പറഞ്ഞ ഒരു കാര്യം, ഡാമുകൾ പ്രളയത്തോത് നിയന്ത്രണത്തിന് ഉപയോഗിച്ചില്ലെന്ന ഒരു കാര്യമാണ്. പക്ഷേ വസ്തുത ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇടുക്കി അണക്കെട്ടിൻ്റെ പൂർണ്ണ സംഭരണ നിരപ്പ് 732.43 മീറ്ററാണ്. 2018 ഓഗസ്റ്റ് 10 ഇടുക്കിയിലെ
നിരപ്പ് 731.82 മീറ്റർ മാത്രമായിരുന്നു. വെള്ളം ഒഴുക്കിവിട്ട് ഓഗസ്റ്റ് 13-നകം 730 മീറ്ററിലേക്ക് സംഭരണ നിരപ്പ് താഴ്ത്തുന്നുമുണ്ട്. പെരുമഴ ഉണ്ടാകുന്നതിന് മുൻപ് സംഭരണ നിരപ്പ് താഴ്ത്തി അധിക ജലത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി കൈവരിച്ചിരുന്നു. ഈ സമയത്ത് സംസ്ഥാനത്ത് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ശരാശരി മഴ 98.5 മില്ലിമീറ്ററായിരുന്നു. ഈ മഴയിലെ വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകളിൽ ഉണ്ടായിരുന്നു. അതിനാൽ പ്രവചിക്കപ്പെട്ട മഴ മൂലമുള്ള പ്രളയത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്നതിന് ഡാമുകൾ പൂർണ്ണ സജ്ജമായിരുന്നു. പ്രളയസമയത്ത് ഡാമിലേക്ക് വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു വലിയ പങ്ക് ഡാമുകളിൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്തത്. ശേഷിക്കുന്നവ മാത്രമാണ് തുറന്നുവിട്ടത്. ഉദാഹരണമായി പെരുമഴയുടെ സമയത്ത് ഇടുക്കി ഡാമിൽ 2800 മുതൽ 3000 വരെ ഘനമീറ്റർ വെള്ളം വന്നു ചേർന്നിരുന്നു. എന്നാൽ ഈ സമയത്ത് പുറത്തേക്കൊഴുക്കിയത് 1500 ഘനമീറ്റർ വെള്ളം മാത്രമാണ്. ആഗസ്റ്റ് 9 മുതൽ 22 വരെ ഇടുക്കി റിസർവോയറിലേക്ക് ഒഴുകിയെത്തിയ 999 ദശലക്ഷം ഘനമീറ്റർ വെള്ളത്തിൽ പുറത്തേക്കൊഴുകിയത് 827 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മാത്രമാണ്. കക്കി ആനത്തോട് ഡാമിൽ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നത് 425 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. പുറത്തേക്കൊഴുക്കിയത് 379 ദശലക്ഷം ഘനമീറ്ററും. ഇടമലയാർ ഡാം, ഈ ഡാമിൽ 646 ദശലക്ഷം ഘനമീറ്റർ വെള്ളം എത്തിച്ചേർന്നു. പുറത്തേക്കൊഴുക്കിയതാവട്ടെ 590 ദശലക്ഷം ഘനമീറ്റർ വെള്ളം. അതായത് അപ്രതീക്ഷിതമായി പെയ്ത മഴയുടെ ഫലമായി ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ ഒരു പങ്ക് ഡാമുകൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഈ അധിക ജലത്തെയും ഡാമുകൾ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രളയത്തിൻ്റെ കെടുതി നമ്മൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ എത്രയോ ശക്തമാകുമായിരുന്നു. പമ്പയിലെ കണക്ക് പരിശോധിച്ചാൽ ഒഴുകിയെത്തിയ ആകെ വെള്ളത്തിൽ ഡാമുകളുടെ പങ്ക് 30% താഴെയായിരുന്നു. ഒഴുകിയെത്തിയ വെള്ളത്തിൻ്റെ 12% മാത്രമാണ് ബാണാസുര സാഗർ തടഞ്ഞുവെച്ചത്. ഇതെല്ലാം നയിക്കുന്നത് ഡാം മാനേജ്മെൻറ്റിൻ്റെ പിശകാണ് ഈ ദുരന്തത്തിൻ്റെ കാരണത്തിലേക്ക് നയിച്ചതെന്ന വാദത്തിൻ്റെ പൊള്ളത്തരത്തിലേക്കാണ്. ഇനി മറ്റു ചില കണക്കുകൾ കൂടി നോക്കാം. ഇടുക്കി ഇടമലയാർ ഡാമുകളിൽ നിന്ന് പെരിയാറിലേക്ക് പരമാവധി ഒഴുക്കിവിട്ട വെള്ളം 2900 ഘനമീറ്റർ മാത്രമാണ്. ഇതിൽ രണ്ടും എത്തിച്ചേർന്ന ഭൂതത്താൻകെട്ട് ബാരേജിൽ നിന്ന് പുറത്തു വന്നത് 7700 ഘനമീറ്റർ വെള്ളവും.
2900 ഘനമീറ്റർ വെള്ളം എത്തി. അതിൽ നിന്ന് പുറത്തു വന്നത് 7700 ഘനമീറ്റർ വെള്ളം. അതായത് 4800 ഘനമീറ്റർ വെള്ളം മേൽ ഡാമുകളിൽ നിന്നല്ലാതെ ഭൂതത്താൻകെട്ടിൽ എത്തിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ടിന് താഴ്ഭാഗങ്ങളിലുള്ള മഴ കൂടി കണക്കിലെടുത്താൽ പ്രളയമുണ്ടാക്കിയത് അതിശക്തമായ മഴയാണെന്ന് വ്യക്തമാകും. അച്ചൻകോവിൽ, മീനച്ചിലാർ, ചാലിയാർ ഇത്തരം പുഴകളിലൊന്നും ഡാമില്ല. ഡാമുകളില്ലാത്തിടത്ത് വെള്ളപ്പൊക്കമുണ്ടായത് ഡാം നിയന്ത്രണത്തിൽ വന്ന പോരായ്മയാണെന്ന് പറഞ്ഞു കളയരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഇതോടൊപ്പമുണ്ട്. പെരുമഴയ്ക്ക് മുൻപേ ഡാമുകൾ തുറന്നില്ലെന്നും പെരുമഴയ്ക്കിടയിൽ ഒരേ സമയം ഡാമുകൾ തുറന്നെന്നും ഉള്ള വാദമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ ജലസേചന വകുപ്പിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും ഉടമസ്ഥതയിൽ ആകെ 82 അണക്കെട്ടുകൾ, ബാരേജുകൾ ഇവയാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ഓഗസ്റ്റ് 9 മുൻപ് തന്നെ തുറന്നിട്ടുണ്ട്. അവയുടെ തീയതി പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ്. ജലവിഭവ വകുപ്പിൻ്റെ ഡാമുകളിൽ കാരാപ്പുഴ ഡാം തുറന്നത് ജൂൺ 1 നെയ്യാർ, മംഗലം, പെരുവണ്ണാമൊഴി എന്നീ 3 ഡാമുകൾ ജൂൺ 14 തുറന്നത്. ജൂലൈ 19 കല്ലട, മലങ്കര എന്നീ ഡാമുകൾ തുറന്നത്. ജൂലൈ 27 പീച്ചിയും ജൂലൈ 31 പോത്തുണ്ടിയും തുറന്നു. ആഗസ്റ്റ് 1 മലമ്പുഴ ഡാമും 2 വാഴാനി ഡാമും തുറന്നുവിട്ടു. ആഗസ്റ്റ് 10 ചിമ്മിനി ഡാം തുറന്നത്. ആഗസ്റ്റ് 13 മീൻകരയും 14 ചുള്ളിയാറും വാഴയാറും തുറന്നു. ശിരുവാണി ഡാമാവട്ടെ ഗേറ്റില്ലാത്തതാണ്, അതുകൊണ്ട് ഒരിക്കലും അടക്കാറില്ല. കാഞ്ഞിരപ്പുഴയാവട്ടെ അറ്റകുറ്റപ്പണികളാൽ ഈ സീസണിൽ അടച്ചിട്ടേയില്ല. ഭൂതത്താൻകെട്ട്, മണിയാർ, പഴശ്ശി ബാരേജുകളും മെയ് ജൂൺ മാസങ്ങളിലായി തുറന്നു കിടക്കുകയുമായിരുന്നു. വൈദ്യുതി ബോർഡിൻ്റെ പ്രധാന ഡാമുകളുടെ സ്ഥിതി പരിശോധിച്ചാലും സ്ഥിതി സമാനമാണ്. ജൂൺ മാസത്തിൽ 3 ഡാമുകളും ജൂലൈ മാസത്തിൽ 13 ഡാമുകളും തുറന്നു. ഇടുക്കി, പമ്പ, ആനത്തോട് എന്നീ ഡാമുകൾ ഓഗസ്റ്റ് 10 മുൻപ് തന്നെ തുറക്കുകയുണ്ടായി. ഇങ്ങനെ വൈദ്യുതി ബോർഡിൻ്റെ ഡാമുകളും തുറന്നുവിട്ടത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അതായത് ഓഗസ്റ്റ് 14 മുതൽ 16 വരെയാണ് പെരുമഴ ഉണ്ടായത്. ആ പെരുമഴ പെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഒരേ സമയം ഡാമുകൾ തുറന്നുവിട്ടത് ദുരന്തത്തിനിടയാക്കി എന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് വസ്തുക്കൾക്ക് നിരക്കുന്നതല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമാകും. പെരുമഴയ്ക്ക് മുൻപ് തന്നെ ഡാമുകൾ തുറന്നില്ല എന്ന പ്രചരണം യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഒന്നാണ് എന്നതാണ് വ്യക്തമാകുന്നത്. 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമേ കേരളത്തിലെ നദികൾക്കുള്ളൂ. എന്നാൽ 14,000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഓഗസ്റ്റ് 14 ശേഷമുള്ള പെരുമഴക്കാലത്ത് മഴയിലൂടെ ഒഴുകിയെത്തിയത്. പ്രളയത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആധികാരിക ഏജൻസിയായ
കേന്ദ്ര ജലവിഭവ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 13 മുതൽ 19 വരെ കേരളത്തിലെ ആകെ മഴയിൽ 362% വർധനയാണ് ഉണ്ടായത്. ഇതേ സമയം തന്നെ കടൽ നിരപ്പ് ശരാശരിയിൽ നിന്നും ഓഗസ്റ്റ് 10 മുതൽ അസ്വാഭാവികമായ വേലിയേറ്റം മൂലം ഉയർന്നു നിൽക്കുകയും ഇതിനാൽ തന്നെ കരയിൽ നിന്ന് പുറത്തേക്ക് ജലം ഒഴുകുന്നത് നിർണായകമായ രീതിയിൽ തടയപ്പെട്ടിരുന്നുവെന്നതും പരിഗണിക്കേണ്ട വിഷയമാണ്. ഇടുക്കിയിൽ മാത്രം ഇത് 568% അധികമായിരുന്നു. അതായത് ഈ മഴയിൽ ഒഴുകിയെത്തിയ വെള്ളത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ നദികൾക്ക് കഴിഞ്ഞില്ല. ഇതാണ് പ്രളയമുണ്ടാക്കിയതെന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് മനസ്സിലാകും. ഓഗസ്റ്റ് 10 മുൻപ് വിവിധ സമയങ്ങളിൽ തുറന്നുവിട്ട ഡാമുകൾ പ്രളയമുണ്ടാക്കിയെന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് വ്യക്തമാണ്. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നെന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കൃത്യമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ നൽകിയതായി കാണാനാവും. മലമ്പുഴ, പീച്ചി, ചിമ്മിണി, കല്ലട ഉൾപ്പെടെയുള്ള ജലസേചന വകുപ്പിൻ്റെ എല്ലാ ഡാമുകളും ജാഗ്രതാ നിർദ്ദേശത്തോടെ തന്നെയായിരുന്നു തുറന്നത്. ഇടുക്കി, ഇടമലയാർ, പമ്പ, കക്കി, ആനത്തോട് തുടങ്ങിയ വൈദ്യുതി വകുപ്പിൻ്റെ പ്രധാന ഡാമുകളെല്ലാം വിവിധ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ മാധ്യമങ്ങൾ തന്നെ അതാത് സമയം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ബ്ലൂ, ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ ഓരോ സമയങ്ങളിലായി നൽകി തന്നെയാണ് ഡാമുകൾ തുറന്നത്. ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ച മുൻകരുതലിനെ ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ തന്നെ പ്രശംസിച്ചതാണ്. നദികളിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ തന്നെയായിരുന്നു നൽകിയത്. സെൽഫി എടുക്കുന്നവരെ പോലും പരിഗണിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പായിരുന്നു ആ ഘട്ടത്തിൽ നൽകിയത്. ആളുകളെ മാറ്റി താമസിപ്പിക്കാനും ജാഗ്രതാ നിർദ്ദേശം നൽകാനും കലക്ടർ മുതലുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. സാധ്യമായ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഭരണതലത്തിലുള്ളവർ ജനങ്ങളെ മഴയുടെ തീവ്രത ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും വെള്ളം പാഞ്ഞു കയറുകയാണെന്നും പത്രസമ്മേളനങ്ങളുടെയും വ്യക്തമാക്കിയത് മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടാവും. കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ സംബന്ധിച്ച് ജൂലൈ 29 തന്നെ വൈദ്യുതി ബോർഡ് യോഗം ചേർന്ന് വിശദമായ പ്രവർത്തന രേഖ ഓഗസ്റ്റ് 1 പുറപ്പെടുവിച്ചിരുന്നു. പ്രളയവേളയിൽ അണക്കെട്ടുകൾ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് വ്യക്തമായ ധാരണ അണക്കെട്ടുകളുടെ നിയന്ത്രണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനു പുറമെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് രാത്രി സമയത്ത് പൊതുസുരക്ഷ പരിഗണിച്ച് അണക്കെട്ടുകൾ പുതുതായി തുറക്കരുത് എന്നും തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ അണക്കെട്ടുകളുടെ എമർജൻസി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത് കേന്ദ്ര ജല കമ്മീഷനും ലോകബാങ്കും സഹകരിച്ചുകൊണ്ട് ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ്
എന്ന പദ്ധതിയിൽ നിന്നാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് രാത്രി സമയത്ത് പൊതുസുരക്ഷ പരിഗണിച്ച് അണക്കെട്ടുകൾ പുതുതായി തുറക്കരുത് എന്ന് ആ ഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ ഡാം റിഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന പദ്ധതിയിൽ നിന്നാണ് കേന്ദ്ര ജല കമ്മീഷനും ലോകബാങ്കും മറ്റും സഹകരിച്ചുകൊണ്ട് അത്തരമൊരു പ്രവർത്തനം നാം ആരംഭിച്ചത്. രാജ്യത്താകമാനം ഈ പ്രവർത്തനം ആരംഭിച്ചതും ഈ കാലയളവിലാണ്. ഇതേ കാലയളവിലാണ് രാജ്യത്താകെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. എമർജൻസി ആക്ഷൻ പ്ലാൻ സൃഷ്ടിക്കാൻ ആവശ്യമായ മാർഗരേഖകൾ കേന്ദ്ര ജല കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് 2016 ഫെബ്രുവരിയിലാണ്. ഈ മാർഗരേഖ പ്രകാരമുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരികയാണ്. കേരളത്തിലെ 21 പ്രധാന ഡാമുകളിൽ 20 എണ്ണത്തിൻ്റെയും എമർജൻസി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര ജല കമ്മീഷൻ നൽകി. ഇവയിൽ 8 എണ്ണം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇവയിൽ 7ഉം ഇടുക്കി ജില്ലയിലാണ്. ജല കമ്മീഷൻ്റെ മാർഗരേഖയിൽ പരാമർശിക്കുന്ന 5 സ്റ്റേജ് നടപടികളും അണക്കെട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിനിയോഗിച്ചിട്ടുമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാത്രം ആശ്രയിച്ചു എന്ന വാദവും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് സംസ്ഥാനം ആശ്രയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെയാണ്. രാജ്യം പിന്തുടരുന്ന ഫെഡറൽ ഘടനയ്ക്കകത്ത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക സാധ്യമല്ല. ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ ശരിയാണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശവും സംസ്ഥാനത്തിനില്ല. ആ മുന്നറിയിപ്പുകളനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവുക. കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിൽ വലിയ വ്യതിയാനം സംഭവിച്ചുവെന്ന സത്യം ഭംഗ്യന്തരേണ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നും വ്യക്തം. എന്നാൽ അതിൻ്റെയും പടി സംസ്ഥാനത്തിനുമേൽ ചാർത്താനുള്ള ശ്രമം നിയമപരമല്ലാത്തതും യുക്തിരഹിതവുമാണ്. പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത്തരം വാദക്കാരുടെ മുന അന്നേ ഒടിഞ്ഞുപോയതാണ്. അവർ വ്യക്തമാക്കിയ ഒരു കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നേരത്തെ അത് ഞാൻ പറഞ്ഞു. 2280 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമേ കേരളത്തിലെ നദികൾക്കുള്ളൂ. എന്നാൽ 14,000 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് മഴയിലൂടെ ഒഴുകിയെത്തിയത്. ഇതാണ് കേന്ദ്ര ജല കമ്മീഷൻ വ്യക്തമാക്കിയത്. ജല കമ്മീഷൻ്റെ മറ്റൊരു നിഗമനവും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. പ്രളയം നിയന്ത്രിക്കാൻ മാത്രം ശേഷിയുള്ള ജലസംഭരണികൾ കേരളത്തിലില്ല എന്നതാണത്. അതുകൊണ്ട് അണക്കെട്ടുകൾ ഇല്ലാതാക്കുകയല്ല, അച്ചൻകോവിൽ, മീനച്ചിലാർ തുടങ്ങിയ നദികളിൽ കൂടി അണകെട്ടി വെള്ളം സംഭരിക്കുന്ന കാര്യം ആലോചിക്കുകയാണ് വേണ്ടതെന്നും കമ്മീഷൻ വ്യക്തമാക്കുകയാണ് ചെയ്തത്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയുന്ന വിധം ജലസംഭരണം മെച്ചപ്പെടുത്തണമെന്ന പാഠം കൂടി നൽകുകയാണ് ചെയ്തത് എന്നതും ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രളയ ദുരന്തത്തെ സംബന്ധിച്ച് കേന്ദ്ര ജല കമ്മീഷൻ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിനെ ഗൗരവമായി കണ്ടുകൊണ്ട് അതിലെ കണ്ടെത്തലുകളെയും ശുപാർശകളെയും അവലോകനം നടത്തി നിർദ്ദേശങ്ങളും പരിഹാരമാർഗങ്ങളും സമർപ്പിക്കാൻ ഒരു ഉന്നതതല സംയുക്ത സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. ആ സമിതിയുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും
കണക്കിലെടുത്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, 200 MCM എന്ന് പറഞ്ഞാൽ മില്യൺ ക്യൂബിക് മീറ്റർ, 200 മില്യൺ ക്യൂബിക് മീറ്ററിന് മുകളിൽ സംഭരണശേഷിയുള്ള റിസർവോയറുകൾക്ക് പ്രളയജല നിയന്ത്രണത്തിനായി റൂൾ കർവ് രൂപീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഇടുക്കി റിസർവോയറിൻ്റെ റൂൾ കർവിൻ്റെ കരട് കേന്ദ്ര ജല കമ്മീഷൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് റിസർവോയറുകളുടെ റൂൾ കർവും തയ്യാറാക്കി അംഗീകാരത്തിൽ നൽകാൻ നിശ്ചയിക്കുകയും ചെയ്തു. രണ്ടാമത്തത്, പെരിയാർ, പമ്പ, അച്ചൻകോവിൽ, ചാലക്കുടി എന്നീ നദീതടങ്ങളിൽ വെള്ളപ്പൊക്ക നിയന്ത്രണ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസലുകൾ ജലസേചന വകുപ്പും KSEBയും സമർപ്പിക്കേണ്ടതാണ് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നടത്തിയ നടപടികളെ മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ നൽകുന്നതിനുമെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഭാവിയിൽ ഒരു പ്രളയമുണ്ടായാൽ അതിനെ മറികടക്കാൻ കഴിയും വിധമുള്ള പുനർനിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പുനർനിർമ്മാണമെന്ന കാഴ്ചപ്പാട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത്. കേരള പുനർനിർമ്മാണ പദ്ധതി ഇത്തരമൊരു ലക്ഷ്യത്തോടെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും ഡാമുകളുടെ റിസർവോയർ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചുകൊണ്ടും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് പുനർനിർമ്മാണ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പ്രളയത്തിൻ്റെ ദുരിതങ്ങളെ ഒറ്റക്കെട്ടായാണ് നാം നേരിട്ടത്. അത് ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയെടുത്തതുമാണ്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി സാലറി ചാലഞ്ച് പോലുള്ള പദ്ധതികൾ മുന്നോട്ട് വച്ചപ്പോഴും അതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഇത്തരം പ്രചരണങ്ങളുമായി രംഗത്ത് വരികയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങളെ തടഞ്ഞവരും വിദേശ മലയാളിയുടെ സഹായം സംഭരിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച രാഷ്ട്രീയ ശക്തികളും തെറ്റായ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നാടിനോടുള്ള താൽപ്പര്യമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ രാഷ്ട്രീയ ലാഭം നേടാനുള്ള ഇടപെടലാണെന്ന് പ്രബുദ്ധരായ മലയാളികൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. മലയാളിയുടെ സാംസ്കാരികവും നവോത്ഥാനപരവുമായ പാരമ്പര്യങ്ങളും അത് സൃഷ്ടിച്ച കൂട്ടായ്മയുമാണ് ഇത്തരമൊരു ദുരന്തത്തെ മറികടക്കുന്നതിന് നമുക്ക് കരുത്തായി തീർന്നത്. ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് കൈമേയ് മറന്ന് പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരം പ്രചരണങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തെമ്പാടും അംഗീകാരം നേടിയ നമ്മുടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങൾ കേരളീയർ ഒറ്റക്കെട്ടായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രചരണങ്ങൾ കേരളീയർ ഒന്നായി മറികടന്ന പ്രവർത്തനങ്ങളെ തന്നെ ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഇടപെടലാണെന്നും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്. ഈ ശ്രീധരനെ പോലൊരാൾ ഈ ഡാം വിദഗ്ധനാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മെട്രോ റെയിലിൻ്റെ വിദഗ്ധനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡാമിൻ്റെ വിദഗ്ധനാണോ എന്ന് എനിക്കറിയില്ല. ജലവിഭവ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി പറയാനുള്ള ഇന്ത്യയിലൊരു ഏജൻസി.
അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞ ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ നമ്മുടെ മദ്രാസ് IIT ആണ്. അവരും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയവരാണ്. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും ഇവിടെ വന്നപ്പോൾ നാം നടത്തിയ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വിദഗ്ധരെല്ലാം ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീധരൻ വിദഗ്ധൻ തന്നെയാണ്, പക്ഷേ ഒരു മേഖലയിലാണ്. ഈ മേഖലയിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു കൂട്ടരുമായും അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. ആരിൽ നിന്നും വിശദീകരണം തേടിയിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ ഇതിനെതിരെ ഒരു പ്രചരണം നടത്താൻ ചില ശ്രമങ്ങൾ നടന്നല്ലോ. നമ്മൾ കാണേണ്ടത് ഇതിനപ്പുറം ഈ വരുന്ന പ്രചരണങ്ങളെക്കാൾ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണ്ടേ? അതാണ് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം. ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. പ്രളയം വന്നപ്പോൾ അതിനെ നേരിടാൻ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായാണ് അണിനിരുന്നത്. ആ ശ്രമത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ തകർക്കുന്ന ചില നീക്കങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഈ വാദങ്ങളെ കാണാൻ കഴിയും. ഇത് പ്രസിദ്ധീകരിച്ച കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് ഒന്ന് കോർണർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം സ്വാഭാവികമായിട്ടുണ്ടാകും. അമിക്കസ് ക്യൂറി എന്നത് കോടതി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. കോടതി അത് സ്വീകരിക്കുകയും ചെയ്യാം, തള്ളുകയും ചെയ്യാം. അത് കോടതിയുടെ കാര്യമാണ്. അത് കോടതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാനൊരു അഭിപ്രായം പരസ്യമായിട്ട് പറയുന്നില്ല. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെയും പറ്റിയുള്ള അഭിപ്രായം പരസ്യമായിട്ട് പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ചോദിച്ച തരത്തിലുള്ള ചില ആശങ്കകൾ നാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ അതൊക്കെ. ഇതാകെ കേട്ടിട്ട് രാമായണം വായിച്ച പോലെയായോ? രാഹുൽ ഗാന്ധിയോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ തന്നെ കുറച്ചധികം സമയമായല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സമയം പറയുന്നില്ല. എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാതെ അത് കൂടുതൽ പറയാനുണ്ട്. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇന്നത്തെ ഘട്ടത്തിൽ BJPയുടെ സർക്കാരിനെ പരാജയപ്പെടുത്തുന്ന ഒരു നിലപാട് രാജ്യത്താകെ ഉയർന്നു വന്നപ്പോൾ അതിന് സഹായകരമായ സമീപനമല്ല സ്വീകരിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ കേന്ദ്രമായ ഡൽഹിയിലെ തന്നെ സംഭവങ്ങളാണ്. ഡൽഹിയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അവിടെ കോൺഗ്രസ് വളരെ പിറകിലാണ്. നല്ല അംഗീകാരമുള്ളത് ആപ്പിനാണ്, AAPക്കാണ്. അപ്പോൾ ആം ആദ്മിക്ക് അവർ ആദ്യമേ തന്നെ പറഞ്ഞു കോൺഗ്രസുമായി യോജിച്ച് മത്സരിക്കാൻ. കാരണം BJPയെ പരാജയപ്പെടുത്തലാണല്ലോ പ്രധാനം. BJPക്ക് ഒരു സീറ്റും കിട്ടാതിരിക്കുക, 2 കൂട്ടരും യോജിച്ചാൽ നല്ലതായിരിക്കും എന്ന് ആം ആദ്മിക്ക് തോന്നി. പക്ഷേ ഇവരതിനനുകൂലമായിട്ട് പ്രതികരിച്ചില്ല. അത് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ. എന്ത് ചെയ്തു അദ്ദേഹം? ഇപ്പോൾ കേജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നു 3 സീറ്റ് ഞാൻ ഓഫർ ചെയ്തിരുന്നു. 7ൽ 3 സീറ്റ് ഒന്നുമില്ലാത്ത കോൺഗ്രസിന് ഓഫർ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും അത് സ്വീകരിച്ചില്ല. മറ്റൊന്ന് ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ 2 സീറ്റാണ് നേരത്തെ രാജീവ് ഗാന്ധിക്കും അമ്മയ്ക്കും നേടാൻ കഴിഞ്ഞത്. ബാക്കി എവിടെയും കോൺഗ്രസിന് സീറ്റില്ല. അവിടുത്തെ ഏറ്റവും പ്രധാന ശക്തികൾ SP-യും BSP-യും 2 കൂട്ടരും ഒന്നായി. അപ്പോൾ കോൺഗ്രസ് അവിടെ നിസ്സാരാണെങ്കിലും അവരും കൂടി ചേർന്നാൽ നല്ലതാണല്ലോ എന്ന് അവർക്ക് തോന്നി. ഒരു നീക്കം നടന്നു. അതുമായി സഹകരിച്ചില്ല. ആ നീക്കം ശക്തിപ്പെടുത്താനുള്ള നടപടിയെടുത്തില്ല. മാത്രമല്ല അതിനെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട്.
അപ്പോൾ അത്തരമൊരു നിലപാട് പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ളതാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാം. BJP-ക്കെതിരായ ഒരു സർക്കാർ വരും. അത് ബദൽ നയങ്ങളോട് കൂടിയ ഒരു സർക്കാർ നിർബന്ധമായും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും. അതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണ്. അത് വരി തന്നെ ചെയ്യും. അത് ആരുണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കണം. എപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുള്ളത്. മൊറാർജി ദേശായി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും കാര്യം എടുത്താൽ അതാണ് കാണാൻ കഴിയും. BJP ഇവിടെ ഒരു ശത്രുവായിട്ട് കാണാൻ മാത്രം ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ? അവർക്ക് ഇവിടെ എവിടെയാണ് ഒരു പ്രധാന ശക്തി? ഇവിടെ പ്രധാന മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. അല്ല, UDF-ഉം LDF-ഉം തമ്മിലാണ്. അതാണ് ഇവിടുത്തെ പ്രധാന മത്സരം. അത് വ്യക്തമല്ലേ? പക്ഷേ രാഹുൽ ഗാന്ധി വന്നത് ആരോട് മത്സരിക്കാൻ? അതാണ് പ്രശ്നം. അത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ. BJP സ്ഥാനാർത്ഥി പോലും അവിടെയില്ല. അതാണ് നില. ബാക്കി എന്താ അതിൽ സംശയം? എന്താ എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ പ്രശ്നം അതിലുള്ളത്? എന്തായിരുന്നു നിലപാട് സ്വീകരിച്ചത്? ഇനിയിപ്പോൾ നാളെ എന്താ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ ആർക്കറിയാം? ഞങ്ങളോട് കാണിച്ച രീതിയില്ലേ അതിനേക്കാളും കടുത്ത രീതി ഇപ്പോൾ നിൽക്കുന്ന UDF-നോട് കാണിക്കുമെന്ന് ആർക്കറിയാം? അതല്ലേ അവസ്ഥ. രാഷ്ട്രീയത്തിൽ നെറി വേണം. ആ നെറി വളരെ പ്രധാനമാണ്. ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് സാധാരണ നിലക്ക് ഹൈക്കോടതിയിൽ കേസിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വാദങ്ങൾ സർക്കാർ അവതരിപ്പിക്കും. ശരി, അവസാനിപ്പിക്കും. മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്മേലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ എണ്ണി മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടത്. വിദഗ്ധരുടെ അഭിപ്രായം തേടിയല്ല അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്നതാണ് റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSEB അടക്കമുള്ള അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് അടക്കമുള്ള ഒരു സംവിധാനങ്ങളുമായും അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ പെയ്ത മഴ തന്നെയായിരുന്നു ഈ വലിയ പ്രളയത്തിന് കാരണമായത്. ഈ പ്രളയം തടഞ്ഞു നിർത്തുന്നതിൽ ഡാമുകൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല IIT മദ്രാസ് IIT അടക്കമുള്ള സംവിധാനങ്ങൾ, ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഏജൻസികൾ അടക്കം ഈ വിഷയത്തിൽ ഇവിടെ വന്ന് പഠനം നടത്തുകയും വലിയ മഴയാണ് ഈ പ്രളയത്തിന് കാരണമായതെന്ന് അവർ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം, അതിനുശേഷം തിരികെ എത്താം. സംസ്ഥാനം നേരിട്ട ഈ ദുരന്തത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പലതും നേരത്തെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും വ്യക്തത വരുത്തിയതുമാണ്. വ്യക്തത വരുത്തുന്നതിന് മുൻപ് ചിലർ ഉന്നയിച്ച അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞല്ലോ. അതുകൊണ്ട്
ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉപകരിക്കുന്ന നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രാജ്കുമാർ ചേരും കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകാനായി. രാജ്കുമാർ, കൃത്യമായ മറുപടി അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്മേലുള്ള ഓരോ പോയിന്റുകളുടെയും കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തിയത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം ഇതിന്റെ ഏതെങ്കിലും ഒരു ദുരൂഹമായോ രാഷ്ട്രീയം അതല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ശാസ്ത്രീയവും സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ നിഗമനങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും അത്തരം കാര്യങ്ങളിലെ സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷമാണ് ഒരു കോടതി നിയോഗിക്കുന്ന ഒരു അമിക്കസ് ക്യൂറി ആ നിലയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടുന്നത്. അതിന് പകരം അദ്ദേഹം ഈ റിപ്പോർട്ട് പുറത്താക്കിയതിലുള്ള ഇതിനെ അദ്ദേഹം അതിലെന്തോ ഒരു ദുരൂഹത, അത് മുഖ്യമന്ത്രി അതിലൊരു ആശങ്ക അദ്ദേഹം വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഈ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു, ഒരു കോടതിക്ക് അമിക്കസ് ക്യൂറി കൊടുക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്, ഇത് കോടതി നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളുള്ള ആശങ്കയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്രാസ് IIT, അതുപോലെ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ, ദേശീയ ജനകമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പ്രളയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അതിന് നടത്തിയ മുന്നൊരുക്കങ്ങൾ, അതിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ വളരെ കൃത്യസമയത്ത് തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി ഓരോ ഇതിന്റെയും ചൂണ്ടിക്കാട്ടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിരത്തിക്കൊണ്ട് അതിന്റെ തെളിവുകൾ സഹിതം, തീയതികൾ സഹിതം, അളവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ തന്നെ എല്ലാം തന്നെ മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇതിനു മുമ്പ് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങളാണ് അമിക്കസ് ക്യൂറിയിൽ അംഗങ്ങൾ തന്നെ ഉന്നയിച്ചത്. പക്ഷെ കോടതിയിൽ വന്നപ്പോൾ ഈ അഭിപ്രായങ്ങൾ മുഴുവനും തള്ളുകയും കോടതി മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് നാം കണ്ടു. അതുകൊണ്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഇവിടെ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം, അത് കോടതിയാണ് ചെയ്യുന്നത്. കോടതി അത്തരം ഒരു കാര്യം പറയാനിരിക്കെ അദ്ദേഹം നൽകിയ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് പറയുന്നത് ഉചിതമാകില്ല എന്ന് കരുതുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി അമിക്കസ് ക്യൂറി പുറത്തുവന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേൽ, പ്രളയവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടിന്മേലുള്ള മറുപടി മുഖ്യമന്ത്രി കൊല്ലത്ത് മീറ്റ് ദ പ്രസിൽ പറയുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഓരോ പോയിന്റും കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി അക്കമിട്ട് അതിനുള്ള മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ എന്താണ് അന്ന് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു അന്ന് ഇവിടെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ എന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷേ വീണ്ടും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടയാക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെ കോടതിക്ക് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിലുള്ള ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി.